നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിത്ര കൂടിപ്പോയി ഇന്ദ്രജെ. നീ ആളെ കൊന്നുകളയൊന്നൊന്നും ഞാൻ കരുതിയില്ല. ആ അതും കൂടി ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ചെ. അയാളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ആ ജയറാമന്റെ ആള് കാഞ്ഞു പോവാനാ സാധ്യത. അയ്യോ ബോധമില്ല. ഇപ്പൊ എന്തോ ഓപ്പറേഷൻ വേണമെന്നാ മറ്റു പറയുന്നു. കാഞ്ഞു പോട്ടെ. ഇവനൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്തായാലും ഗുണ്ടകൾക്ക് കാശ് കൊടുത്തത് വെറുതെ ആയില്ല. വെട്ടും കുത്തുവേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്നത് ഞാൻ പോയെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സ്പോട്ടിൽ തീർത്തേക്കാനാ ഞാൻ അവന്മാർക്ക് നിർദ്ദേശം കൊടുത്തത്. ഇത് വലിയ പ്രശ്നമാവും ഇന്ദ്രജെ. എനിക്ക് പേടിയാവുന്നു. രണ്ട് കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞില്ല ഇന്ദ്രജെ. അതെന്താ സാവിത്രി ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നേ? അതല്ല ഇന്ദ്രജെ, ഏട്ടനെ ഗുണ്ടകൾ വെട്ടുന്നത് കണ്ട അവിടെ പോലീസ് എത്തിയത്. അത് ഗുണ്ടകളാണെന്നും സംഗതി കൊട്ടേഷനാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ ജയറാം ACP കാർത്തിയുടെ അമ്മാവനാ. അതിന് ഇന്ദ്രജിക്കറിയാലോ, തല പോയാലും ഒരു സ്വാധീനത്തിനും വഴങ്ങുന്നവനല്ല എന്റെ മകൻ കാർത്തിക്. ഏട്ടൻ മരിച്ചാലും ഇല്ലെങ്കിലും കാർത്തിക് കേസ് ഏറ്റെടുക്കും. സാവിത്രി എന്താ പറഞ്ഞു വരുന്നത്? അതെ, ഇന്ദ്രജ അച്ഛമ്പെങ്ങളാണെന്നൊന്നും ചിലപ്പോ കാർത്തിക് കരുതില്ലേ. ഇതിന്റെ പിറകിൽ ഇന്ദ്രജയാണെന്നറിഞ്ഞ കാർത്തി പിടികൂടുന്നത് ഇന്ദ്രജയെ തന്നെയായിരിക്കും. എങ്ങനെ എങ്ങനെ? അല്ല, ഇന്ദ്രജ ഒന്ന് കരുതിയിരുന്നോളാൻ. കരുതിയിരിക്കേണ്ടത് ഞാനല്ല, നീയാ. സ്വന്തം ഏട്ടനെ കൊല്ലിക്കണമെന്ന് നിരന്തരം എന്നോട് ആവശ്യപ്പെട്ടത് നീയാ. ഇന്ദ്രജെ, ചെയ്തവനേക്കാൾ കുറ്റം ചെയ്യിപ്പിച്ചവനാ. പ്രേരണ കുറ്റമാണ് ഏറ്റവും വലിയ കുറ്റം. ഇന്ദ്രജെ, ഞാൻ കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞതിനൊക്കെ എന്റെ കയ്യിൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. എന്ത്? ഒന്നിച്ചു നിന്നാൽ നിനക്കും എനിക്കും കൊള്ളാം. എനിക്കിട്ട് പാരരാകിയാൽ ജയിലിലേക്ക് പോകുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കും. അത് മറക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.